നേരെ ഞാനും അമ്മയും കൂടി രാവിലെ ഒരു കല്യാണത്തിന് അച്ഛൻ്റെ കൂട്ടൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സും പിടിച്ച് നേരെ നമ്മൾ മത്തുമടത്തുള്ള ഞാനൊക്കെ പറഞ്ഞ ഒരു ആഡിറ്റോറിയത്തിലോട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അന്ന സമയത്ത് ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ അകത്ത് കയറിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി കേട്ടോ. കല്യാണം തുടങ്ങുന്നതിന് മുമ്പ് ഈ മുസ്ലിംസിൻ്റെ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നേരെ ഫുഡ് അടിക്കാൻ ആദ്യമേ കയറും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ബീഫ് ഇറച്ചിയായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ആഡിറ്റോറിയത്തിലോട്ട് വന്നു. ആഡിറ്റോറിയത്തിൽ നിന്നപ്പോഴത്തേക്ക് പെണ്ണിനെ അവർ ആനയിച്ച് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ തിരുവാതിരയ്ക്ക് വരും അവരൊക്കെയാണ് ഒപ്പനയല്ലേ, നല്ല രസമായിരുന്നു കേട്ടോ. പിള്ളേരെ കളിയൊക്കെയാണ് അടിപൊളിയായിട്ട് പിള്ളേർ കളിക്കണം കേട്ടോ. ട്രെയിൻ ചെയ്തതൊക്കെ ആയിരിക്കും, നല്ല അടിപൊളിയായിട്ടായിരുന്നു കളിക്കുന്നത് കേട്ടോ. എനിക്ക് ഇതിനകത്ത് വോയിസ് ഓവറായിട്ട് കൊടുക്കാൻ പറ്റാത്തതാണ്, വോയിസ് കൊടുക്കാട്ടോ. അടിപൊളി പാട്ടൊക്കെ കൊടുക്കുന്നവർ കേട്ടോ. 1 മണിക്ക് കല്യാണം എന്ന് പറഞ്ഞ പക്ഷേ 1 മണിയൊക്കെ ആയി കാണും കേട്ടോ. പരിപാടിയൊക്കെ തീർന്നു വന്നപ്പോഴത്തേട്ടാ പെണ്ണ് വന്നപ്പം തന്നെ 12:15 1 മണിയൊക്കെ ആയി കാണും. പിന്നെ ഈ തിരുവാതിര പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റേജിലും വെച്ച് പരിപാടി ഉണ്ടായിരുന്നു. സ്റ്റേജിൽ ഈ പിള്ളേർ ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ അവർ ഒരു ലാസ്റ്റ് താലിമാല ഇടുന്നത്. അപ്പം പെങ്ങന്മാരല്ലേ താലിമാല ഇടുന്നത്. അതുപോലെ തന്നെ പാല് ഈ ഡാൻസ് കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്നുണ്ട് പെണ്ണിന് ചെറുക്കണം. അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി താമസിച്ചു കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾ അതിന് മുമ്പേ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ഞാനും അമ്മയും ബസ്സിനല്ലേ നമ്മൾ തിരിച്ച് വരേണ്ട. അപ്പം ബസ് കിട്ടാൻ താമസിക്കുന്നത് ഞങ്ങൾ നേരത്തെ പിന്നെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ വരുന്ന വഴി പിന്നെ അമ്മയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് ഒരു രക്ഷയില്ല. ബസ് സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിൽ. പിന്നെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് കടയിൽ കയറി ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ നേരെ ഞാനും ഏട്ടനും കൂടി വരുന്ന വഴി നമ്മുടെ റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് ഒരു അപകടം പറ്റി, ഒരു അമ്മ ചാരി. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ വീട്ടിലോട്ട് വിടും. അടുത്ത വീട്ടിൽ കാണാൻ ബൈ.